മറ്റൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ വീഡിയോ വളരെ വെറൈറ്റി ആണ്. മൊബൈലും ലാപ്ടോപ്പും യൂസ് ചെയ്യുന്ന ആൾക്കാർക്ക് വളരെ യൂസ്ഫുൾ ആയിട്ടുള്ള ഒരു വീഡിയോ ആണിത്. എന്നാൽ സ്കിപ്പ് ചെയ്യാതെ കാണുക. നമുക്ക് വീഡിയോയിലേക്ക് പോകാം. നമ്മൾ എന്നു സൂക്ഷിച്ചു വെക്കാൻ ആഗ്രഹിക്കുന്ന ഫോട്ടോസ്, ഡോക്യുമെന്റ്, സർട്ടിഫിക്കറ്റ്സ് ഇവയെല്ലാം സ്റ്റോർ ചെയ്ത് വെക്കാൻ നമുക്കൊരു സ്പേസ് ഉണ്ട്. ആ സ്പേസിനെ പറ്റിയാണ് നമ്മൾ ഇന്ന് ഈ വീഡിയോയിൽ കാണാൻ പോകുന്നത്. എന്നാൽ ഈ സ്പേസിന്റെ പേരെന്താണെന്ന് അറിയണ്ടേ? സ്പേസിന്റെ പേരാണ് ഗൂഗിൾ ഡ്രൈവ്. എല്ലാവർക്കും, ഒട്ടുമിക്ക ആൾക്കാർക്ക് എല്ലാം പരിചയമുള്ളതായിരിക്കും ഗൂഗിൾ ഡ്രൈവ്. എന്തായാലും അറിയില്ലാത്ത ആൾക്കാർക്ക് വേണ്ടി ഞാൻ ഇന്ന് നിങ്ങൾക്ക് പരിചയപ്പെടുത്തി തരും. ഗൂഗിൾ ഡ്രൈവിനകത്ത് നിങ്ങൾക്ക് ഫയൽസ് സേവ് ചെയ്യുന്നതിന്റെ ഇമ്പോർട്ടൻസ് എന്താണെന്ന് വെച്ചാൽ, നിങ്ങൾക്ക് ഗൂഗിൾ ഡ്രൈവിനകത്ത് 15 GB സ്പേസസ് അവൈലബിൾ ആണ്. ഇനി നിങ്ങളുടെ മൊബൈൽ നഷ്ടപ്പെട്ടാലും നിങ്ങളുടെ ലാപ്ടോപ്പ് അടിച്ചു പോയാലും നിങ്ങൾ ഗൂഗിൾ ഡ്രൈവിനകത്ത് സേവ് ചെയ്ത് വെച്ചേക്കുന്ന ആ ഡോക്യുമെന്റ്സും ആ ഫോട്ടോസും അവിടെ തന്നെ സേഫ് ആയിട്ട് ഇരുന്നോളും. ഒരു ഗൂഗിൾ ഡ്രൈവ് എങ്ങനെ ക്രിയേറ്റ് ചെയ്യാമെന്നും ഗൂഗിൾ ഡ്രൈവിനകത്ത് എങ്ങനെ ഫയൽസ് സേവ് ചെയ്യാമെന്നും നമുക്കൊരു മൊബൈലിനകത്തും ഒരു കമ്പ്യൂട്ടറിനകത്ത് കണ്ടുവെക്കാം. അപ്പൊ നമുക്ക് സ്ക്രീനിൽ ഇട്ട് പോവാം. ആദ്യമായിട്ട് ഗൂഗിൾ ഡ്രൈവ് എങ്ങനെ ഒരു ഫോണിനകത്ത് ഇൻസ്റ്റാൾ ചെയ്യാമെന്ന് നോക്കാം. ഞാനിവിടെ ഒരു ആൻഡ്രോയിഡ് ഫോണിലാണ് കാണിക്കാൻ പോകുന്നത്. അപ്പം ഞാനിപ്പോൾ പ്ലേ സ്റ്റോർ ഓപ്പൺ ചെയ്യുകയാണ്. പ്ലേ സ്റ്റോറിൽ എൻ്റെ ജിമെയിൽ ID വെച്ചിട്ട് ഞാൻ ഓൾറെഡി സൈൻഡ് ഇൻ ആണ്. സോ ഡയറക്റ്റ്ലി നമുക്ക് ഗൂഗിൾ ഡ്രൈവിന്ന് സെർച്ച് ചെയ്യാം. ഗൂഗിൾ ഡ്രൈവ് ഇപ്പോൾ ഓപ്പൺ എന്ന് കാണാം. അപ്പോൾ ഇതിനകത്ത് ഓൾറെഡി ഗൂഗിൾ ഡ്രൈവ് ഇൻസ്റ്റാൾഡ് ആണ്. ഞാൻ ഓപ്പൺ എന്ന് കൊടുക്കുകയാണ്. നിങ്ങളുടെ ജിമെയിൽ ID യൂസ് ചെയ്ത് ഗൂഗിൾ ഡ്രൈവിനകത്ത് നിങ്ങൾക്ക് സൈൻ ഇൻ ചെയ്യാം. ഞാൻ ഇതിനകത്ത് ഓൾറെഡി സൈൻഡ് ഇൻ ആണ്. എൻ്റെ കുറച്ച് ഫയൽസ് ഇവിടെ ഞാൻ സേവ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇവിടെ ക്ലിക്ക് ചെയ്യുമ്പോഴത്തേക്കും നമുക്ക് നമ്മുടെ ഇമെയിൽ അഡ്രസ്സിൻ്റെ ഡീറ്റെയിൽസ് കാണാവുന്നതാണ്. ഇനി എങ്ങനെയാണ് നമുക്ക് നമ്മുടെ ഫോണിൽ നിന്ന് ഗൂഗിൾ ഡ്രൈവ് ഇട്ട് ഒരു ഫയൽ സേവ് ചെയ്യാമെന്ന് നോക്കാം. ഞാൻ എൻ്റെ മൈ ഫയൽസ് എടുത്തിട്ട് ഇമേജസിൽ നിന്ന് ഒരു പിക്ചർ സെലക്ട് ചെയ്തിട്ട് സേവ് ചെയ്ത് കാണിക്കാം. ഞാനിപ്പോൾ ഈ ഒരു പിക്ചർ ഗൂഗിൾ ഡ്രൈവിനകത്ത് സേവ് ചെയ്യാൻ പോവാണ്. സാധാരണ നമ്മൾ ഫയൽ ഷെയർ ചെയ്യുന്നത് പോലെ നമുക്ക് ഷെയറിനകത്ത് ക്ലിക്ക് ചെയ്യാം. ഇപ്പോൾ ഇത് സാധാരണ നമ്മൾ ഷെയർ ചെയ്യുമ്പോൾ വാട്സപ്പ്, ഫേസ്ബുക്ക് അങ്ങനത്തെ ഇത് വരുന്നത് പോലെ ഗൂഗിൾ ഡ്രൈവിൻ്റെ ഓപ്ഷൻസും നിങ്ങൾക്ക് കാണാം. അപ്പോൾ ഗൂഗിൾ ഡ്രൈവ് സെലക്ട് ചെയ്യുക. ഇവിടെ നിങ്ങൾക്ക് ഷെയർ ചെയ്യുന്ന ഫയലിന് ആവശ്യമായിട്ടുള്ള നെയിം കൊടുക്കാവുന്നതാണ്. അതിന് താഴെയായിട്ട് നിങ്ങൾക്ക് നിങ്ങളുടെ ഇമെയിൽ അഡ്രസ് ഡീറ്റെയിൽസ് കാണാവുന്നതാണ്. ഇങ്ങനെ സേവ് ചെയ്യുന്ന ഫയൽസ് നിങ്ങളുടെ ഗൂഗിൾ ഡ്രൈവിനകത്ത് എന്നേക്കും സേഫായിട്ട് ഇരുന്നോളും. ഇപ്പം ഞാൻ സേവ് ചെയ്ത ഫയൽ നിങ്ങൾക്ക് എൻ്റെ ഗൂഗിൾ ഡ്രൈവിനകത്ത് വന്നത് കാണാം. എങ്ങനെയാണ് നമുക്കിനി ഗൂഗിൾ ഡ്രൈവ് കമ്പ്യൂട്ടറിനകത്ത് ഓപ്പൺ ചെയ്യുന്നതെന്ന് നോക്കാം. ഗൂഗിൾ ക്രോം ഓപ്പൺ ചെയ്തതിന് ശേഷം ഗൂഗിൾ ഡ്രൈവിന് സെർച്ച് ചെയ്യുക. അപ്പോൾ ഇവിടെ നിങ്ങൾക്ക് ഗൂഗിൾ ഡ്രൈവിനകത്ത് സൈൻ ഇൻ ചെയ്യാമെന്നുള്ള ഓപ്ഷൻസ് കാണാവുന്നതാണ്. ഞാനിപ്പോൾ ക്ലിക്ക് ചെയ്ത് സൈൻ ഇൻ ചെയ്യാൻ പോവുകയാണ്. നമുക്ക് നമ്മൾ ഫോണിൽ ഉപയോഗിച്ച് ഈ ജിമെയിൽ ID വെച്ചിട്ട് തന്നെ കമ്പ്യൂട്ടറിനകത്ത് സൈൻ ഇൻ ചെയ്ത് നോക്കാം. നമുക്ക് ഇതിനകത്ത് എങ്ങനെ ഒരു പുതിയ ഫയൽ അപ്ലോഡ് ചെയ്യാമെന്ന് നോക്കാം. ലെഫ്റ്റ് സൈഡിൽ ന്യൂ എന്നുള്ളതിനകത്ത് ക്ലിക്ക് ചെയ്തതിന് ശേഷം അവിടെ നിങ്ങൾക്ക് ഫയൽ അപ്ലോഡ് ആൻഡ് ഫോൾഡർ അപ്ലോഡ് എന്ന് ഉള്ള ഓപ്ഷൻസ് കാണാം. ഇവിടെ നിങ്ങൾക്ക് ഒരു ഫയലാണ് അപ്ലോഡ് ചെയ്യണമെങ്കിൽ ഫയൽ സെലക്ട് ചെയ്യാം. അല്ലെങ്കിൽ ഒരു ഫോൾഡർ ഫുള്ളായിട്ട് നിങ്ങൾക്ക് അപ്ലോഡ് ചെയ്യണമെങ്കിൽ ഫോൾഡർ അപ്ലോഡും സെലക്ട് ചെയ്യാം. ഇവിടെ ഇപ്പോൾ ഞാനൊരു ഫയൽ അപ്ലോഡ് ചെയ്ത് കാണിക്കാൻ പോവുകയാണ്. അപ്പോൾ ഫയൽ അപ്ലോഡിനകത്ത് ക്ലിക്ക് ചെയ്തിട്ട് നമുക്കൊരു ഫയൽ സെലക്ട് ചെയ്യാം. ഞാനിവിടെ ഒരു ഫയൽ സെലക്ട് ചെയ്ത് അപ്ലോഡ് ചെയ്യുകയാണ്. ഇവിടെ താഴെ നിങ്ങൾക്ക് അതിൻ്റെ സ്റ്റാറ്റസ് കാണാം, അപ്ലോഡ് ആയിട്ടുണ്ട് ഇത്. ഇനി എങ്ങനെ ഒരു ഫോൾഡർ അപ്ലോഡ് ചെയ്യാമെന്ന് നോക്കാം. ഇനി ഫോൾഡർ അപ്ലോഡ് ചെയ്യാനായിട്ട് നമുക്ക് ന്യൂവിനകത്ത് ക്ലിക്ക് ചെയ്തതിന് ശേഷം ഫോൾഡർ അപ്ലോഡ് സെലക്ട് ചെയ്യുക. ഇവിടെ ഞാനൊരു റാൻഡം ഫോൾഡർ സെലക്ട് ചെയ്യുകയാണ്.
ഇപ്പം അവർ ചോദിക്കുകയാണ് അപ്ലോഡ് 3 ഫയൽസ് ഫ്രം ദിസ് ഫോൾഡർ. അപ്പോൾ അപ്ലോഡ് ചെയ്ത് നിങ്ങൾക്ക് അതിൻ്റെ സ്റ്റാറ്റസ് കാണാം. അത് അപ്ലോഡ് ആയിട്ടുണ്ട്, നമ്മുടെ ഫോൾഡർ അപ്ലോഡ് ആയിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ ഫയലും നമ്മുടെ ഫോൾഡറും അപ്ലോഡ് ചെയ്ത് കഴിഞ്ഞു നമ്മുടെ ഗൂഗിൾ ഡ്രൈവിനകത്ത്. അപ്പോൾ വളരെ ഈസി ആയിട്ട് നിങ്ങളുടെ ഫയൽസും ഫോൾഡേഴ്സും എല്ലാം നിങ്ങളുടെ ഗൂഗിൾ ഡ്രൈവിനകത്ത് അപ്ലോഡ് ചെയ്യാൻ വളരെ ഈസിയാണ്. ഇനി നമുക്ക് ഗൂഗിൾ ഡ്രൈവ് നമ്മുടെ കമ്പ്യൂട്ടറിനകത്ത് ഇൻസ്റ്റാൾ ആക്കാൻ പറ്റും. താഴെ നിങ്ങൾക്ക് ഗൂഗിൾ ഡ്രൈവ് ഇൻസ്റ്റാൾ ആക്കാവുന്ന ഓപ്ഷൻ നിങ്ങൾക്ക് കാണാം. either നിങ്ങൾക്ക് അതിനകത്ത് ഡൗൺലോഡിൽ നിന്ന് ക്ലിക്ക് ചെയ്യാം, അല്ലെങ്കിൽ ഗൂഗിളിൽ പോയിട്ട് ഗൂഗിൾ ഡ്രൈവ് ഡൗൺലോഡെന്ന് സെർച്ച് ചെയ്തിട്ട് ഡൗൺലോഡ് ചെയ്താലും മതി. അപ്പോൾ ഞാനിവിടെ ഡൗൺലോഡെന്ന് ക്ലിക്ക് ചെയ്യാണ്. അത് ഡൗൺലോഡ് ആവുന്നുണ്ട്. നമുക്കിനി ഇത് ഇൻസ്റ്റാൾ ചെയ്യാം. ഇവിടെ ഞാൻ ഗൂഗിൾ ഡ്രൈവ് ഇൻസ്റ്റാൾ ആക്കി കഴിഞ്ഞിട്ടുണ്ട്. നമ്മൾ ഗൂഗിൾ ഡ്രൈവ് ഇൻസ്റ്റാൾ ആക്കിയതിന് ശേഷം നമ്മുടെ സിസ്റ്റത്തിനകത്ത് ഒരു ഗൂഗിൾ ഡ്രൈവ് എന്ന് പറയുന്ന ഫോൾഡർ ഫോം ആയിട്ടുണ്ടാവും. അപ്പോൾ ഞാനിവിടെ ഗൂഗിൾ ഡ്രൈവിനകത്ത് അപ്ലോഡ് ചെയ്ത ഫോൾഡറും ഫയലും നിങ്ങൾക്ക് കാണാവുന്നതാണ്. ഇപ്പോൾ നിങ്ങൾ ഈ ഫോൾഡറിനകത്ത് എന്ത് ഫയൽസ് അല്ലെങ്കിൽ ഫോൾഡേഴ്സ് സേവ് ചെയ്താലും ഓട്ടോമാറ്റിക്കലി നിങ്ങളുടെ ഗൂഗിൾ ഡ്രൈവിനകത്ത് സിങ്ക് ആയിട്ടുണ്ടാവും. ഇങ്ങനെ ഗൂഗിൾ ഡ്രൈവിനകത്ത് സേവ് ചെയ്യുന്ന ഫയൽസിൻ്റെ ഗുണം എന്താണെന്ന് വെച്ചാൽ, നിങ്ങൾക്ക് നിങ്ങളുടെ ഐഡിയ ഉണ്ടെങ്കിൽ ഏതൊരാളുടെ കമ്പ്യൂട്ടറിൽ നിന്നും നിങ്ങൾക്ക് നിങ്ങളുടെ ഗൂഗിൾ ഡ്രൈവിൽ നിന്ന് ആ ഫയൽസ് കിട്ടും. ഹായ് ഫ്രണ്ട്സ്, മറ്റൊരു വീഡിയോയിലേക്ക് നിങ്ങൾക്കെല്ലാവരും വളരെ ഇമ്പോർട്ടൻറ്റ് ഹായ് ഫ്രണ്ട്സ് വളരെ ഉപകാരപ്പെടും കേട്ടോ. എന്താന്ന് വെച്ചാൽ ഹായ് ഫ്രണ്ട്സ്, ഇന്നത്തെ വീഡിയോ വളരെ യൂസ്ഫുൾ ആയിട്ടുള്ള വീഡിയോ ആണ് ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത്. ഇന്നത്തെ വീഡിയോ എന്താന്ന് വെച്ചാല് മൊബൈലും ചെയ്യുന്ന ആൾക്കാർക്ക് വളരെ യൂസ്ഫുൾ ആണ്. എന്ന് വെച്ചാൽ വളരെ യൂസ്ഫുൾ ആയിരിക്കും. എന്തെന്ന് നമുക്കിനി നെക്സ്റ്റ് വീഡിയോയിലേക്ക് ഗൂഗിൾ ഡ്രൈവിനകത്ത് അപ്പൊ നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ സപ്പോർട്ട് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പം താങ്ക്സ് ഫോർ വാച്ചിങ്. ബൈ, സീ ഇൻ ദ നെക്സ്റ്റ് വീഡിയോ.